ഉച്ച വെളുപ്പാങ്കാലത്ത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. കൈയെടുക്കണോ അവിടുന്ന്? ഈ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നതിന് ഒരു രീതിയുണ്ട്. എവിടുന്നാ രാവിലെ കുത്തിയും പറിച്ച് പോന്നിരിക്കുന്നത്? എന്തുവാടാ നീ? ആരാടാ നീ? ഏതാടാ? എടാ പോടാന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. സൂക്ഷിച്ചില്ല നീ ഒലത്തി കളയോടാ. ഒലത്തേം ചെയ്യും ഉരുത്തേം ചെയ്യും. വിഷ്ണു വിഷ്ണു വിഷ്ണുന്റെ ആരാ? മാറി നോക്കടാ. വിഷ്ണു ഞാനിവിടെ വിഷ്ണു വിഷ്ണുടെയാ? അയ്യോ അതെ, വിഷ്ണു വിഷ്ണു ജോഗിങ്ങിന് പോയിരിക്ക. എന്റെ പേര് കൃഷ്ണൻകുട്ടി. ഞാൻ വിഷ്ണുവിന്റെ ഓഫീസിൽ ജോലി നോക്കുക. ഞാനും വിഷ്ണു കൂടെ ഉള്ള പന്തയത്തിൽ വിഷ്ണു ജയിച്ചു. എന്ത് പന്തയം? അല്ല, അവന്റെ അളിയൻ ഇവിടെ വരുമ്പോ ഞാൻ എത്ര ചൂടായാലും സംസ്കാരവും വിവരവും ഉള്ള അളിയൻ തിരിച്ചിങ്ങോട്ട് ചൂടാവില്ലെന്ന് വിഷ്ണു, ചൂടാവുമെന്ന് ഞാൻ. വിഷ്ണു ജയിച്ചു. അതിന് ഞാൻ ഇവിടെ വരും നിനക്കെങ്ങനെ അറിയാം? അത് വിഷ്ണു, നിങ്ങൾ വിഷ്ണുവിന് അയച്ച കത്തിന്റെ വിവരം അവൻ എന്നോട് പറഞ്ഞു. അത് നിങ്ങൾ കത്തൊന്നും അയച്ചില്ലല്ലോ. അതെന്താ കത്തയക്കായിരുന്നത്? വിളച്ചിലെടുക്കല്ലേ? വിളച്ചിലെടുക്കുന്ന ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ചേച്ചി യാത്രയൊക്കെ സുഖമായിരുന്നോ? വിഷ്ണു പറഞ്ഞത് എത്ര ശരിയാ. സ്നേഹവും വാത്സല്യവും അന്തസ്സും ആഭിജാത്യവും കുടുംബ മഹിമയും നിങ്ങളുടെ രണ്ടുപേരുടെയും നെറ്റിയിൽ പോസ്റ്റർ പോലെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് എന്നവൻ പറഞ്ഞോ? വിഷ്ണു സ്നേഹമുള്ളവനാ. ഞാനും. സ്നേഹമാണകില സാര. എത്തിയല്ലോ. വിഷ്ണുവിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. 100 ആയിസ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഇത്ര രാവിലെ? വേഗം റെഡിയാകെ. നിന്നെയും കൊണ്ട് വാഴക്കുളത്തൊരു പെണ്ണ് കാണാൻ കൂട്ടിക്കൊണ്ടുപോകാമെന്നാ ഞങ്ങള്. അയ്യോ, ഇങ്ങനെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ പറഞ്ഞാൽ എങ്ങനെ? മുന്നറിയിപ്പ് തരരുത്. കൊടുങ്കാറ്റോ പേമാരിയാണോ? വെറും ഒരു പെണ്ണ് കാണൽ. അതെ, ഇതിനെങ്കിലും ഒഴിവൊഴിവ് പറയരുത്. നല്ല ആലോചനയാ. എങ്ങനെ ഇത് നടത്തണം? എന്നാ പിന്നെ നമുക്ക് അടുത്ത ഞായറാഴ്ച. ശുഭകാര്യമല്ലേ വിഷ്ണു, മാറ്റി വെക്കരുത്. ചേച്ചിയും അളിയനും കൂടി എന്തുമാത്രം ബുദ്ധിമുട്ടിക്കാണും. അതെ, നമുക്ക് എല്ലാവർക്കും കൂടി ഐശ്വര്യമായിട്ട് പോയിട്ടിങ്ങി വരാം. നമുക്കോ? നമുക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ 3 രൂപ. വേഗം റെഡിയാകെ. ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് അവിടെ എത്തണം. അല്ല, എന്റെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ? കണ്ടീഷൻസ് എല്ലാം ഓക്കെ, ഡബിൾ ഓക്കെ. എന്നാ ഞാൻ പോയി പെട്ടെന്ന് അല്ല ഏട്ടാ, എന്താ ഈ കണ്ടീഷൻസ് എന്നറിയാൻ എനിക്കൊരു താല്പര്യമില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇവനിതാരടെ? എടേ തന്നെ ഒരിക്കൽ കൂടെ വിളിക്കേട്ടാ. എന്തുവാടേ? ഒരിക്കൽ കൂടെ വിളിക്കേട്ടാ. പോടേ. മോടെ പേരെന്താ? സുധ. ഏതുവരെ പഠിച്ചു? BSc. എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾ എല്ലാ കാര്യത്തിലും മുന്നിലാ. എത്ര ആലോചനകൾ വന്നതാ, ഒന്നും ജാതകം ചേരുന്നില്ല. ജാതകത്തിന്റെ കാര്യത്തിൽ ഇത് നല്ല ചേർച്ചയാണ്. എല്ലാ പൊരുത്തങ്ങളും വളരെ കൃത്യമായി. അവർക്ക് സംസാരിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ആവാം. അതെ അതെ, അതാണല്ലോ അതിന്റെ ഒരു രീതി. आपको कर्नाटिक संगीत जानता है? അല്ല, പയ്യന് മലയാളം അറിയില്ലേ? കുട്ടിക്ക് ഹിന്ദി അറിയില്ലേ? ഇല്ല. കാംബോജിയിൽ ഒരു കീർത്തനം ആലപിക്കാം. അയ്യോ, കർണാടക സംഗീതം ഒന്നും അറിയില്ല. പോകാം. അല്ല, നിങ്ങൾ പെണ്ണ് കാണാൻ വന്നതാണോ കച്ചേരിക്ക് ബുക്ക് ചെയ്യാൻ വന്നതോ? വിഷ്ണു, നാണം കെടുത്തരുത്. കുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നീ കണ്ടീഷൻസ് ഒക്കെ വേണ്ടാന്ന് വെക്കുമെന്ന് നിന്റെ പെങ്ങളാണ് പറഞ്ഞത്. സോറി, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഈ വിവാഹം നടക്കില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? സൗന്ദര്യം കണ്ട് മതിമയങ്ങി ഞാൻ എന്റെ കണ്ടീഷൻസ് ഒക്കെ താനെ അങ്ങ് പിൻവലിച്ചോളൂന്നോ? ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചതാണ് എന്റെ കണ്ടീഷൻസ് ഓക്കെ ആണോ എന്ന്. ആ കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്ത്? ഓഹോ, അതാണ് പ്രശ്നം. അവളുടെ ഫീലിംഗ്. ആ പെണ്ണിന്റെ തള്ളയുടെയും തന്തയുടെയും മുമ്പിൽ ഞങ്ങൾ ഷൂ നായണം. നോക്കി, ഇതുപോലുള്ള വല്ല പ്ലാനും പദ്ധതിയും പറഞ്ഞ് എന്നെ കൊണ്ട് കെട്ടിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വിഡ്ഢിത്തമാണ്. എന്താ ചെയ്യാ? അല്ല ഏട്ടാ, വിഷ്ണു ഇപ്പൊ വിഡ്ഢിന്ന് വിളിച്ചത് കുറുപ്പേട്ടനാണോ അതോ ചേച്ചിയെ? വിളച്ചിലെടുക്കല്ലേ? ചൊറി വന്നിരിക്കുമ്പോഴാ ചൊറുതണം കൊണ്ട് അടിക്കുന്നത്. അല്ല, ചൊറിക്ക് നല്ല ബെസ്റ്റ് മരുന്ന് ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ, ബീടെക്സ്. പാർവതി, ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാ. നിനക്ക് പൊലകുളിയും തമാശയില്ലയോടാ? കൃഷ്ണൻകുട്ടി കേട്ടില്ല അവന്റെ കണ്ടീഷൻസിന്റെ കാര്യമൊക്കെ? അല്ല, ഞാനും അത് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്താ ഈ കണ്ടീഷൻസ്? കണ്ടീഷൻസ് അല്ല, അവന്റെ വിവാഹക്കാര്യല്ലേ, പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഞാനും ഇടപെടാം. ആരിടപെട്ടിട്ടും കാര്യമില്ല. ഒന്നാമത് ചൊവ്വാദോഷമുള്ള ജാതകമാ. കൂട്ടത്തിൽ 7 കണ്ടീഷൻസും കൂടി ആവുമ്പോ നിത്യ ബ്രഹ്മചാരിയായി പച്ചിലെന്തെന്ന് ആശ്രമത്തിൽ കഴിയേണ്ടി വരും. എന്നിട്ടും കണ്ടീഷൻസ് എന്താണെന്ന് ചേട്ടൻ പറയുന്നില്ലല്ലോ. ഒന്നാമത് കുട്ടി ശാലീന സുന്ദരിയായിരിക്കണം. ഗ്രാമീണ സൗന്ദര്യം, നെറ്റി ചന്ദനക്കുറി, മുടിയിൽ തുളസിക്കതിർ, ആകെ മൊത്തം കാച്ചി എണ്ണയുടെ മണം. ഈ എണ്ണയുടെ മണം ഒഴിച്ച് ബാക്കിയെല്ലാം സഹിക്കാം. നാടൻ വേഷത്തിനോടൊപ്പം മോഡേൺ വേഷവും ധരിക്കാൻ സന്നദ്ധയായിരിക്കണം കുട്ടി. അത് ധരിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. ഗ്രാജുവേറ്റ് ആയിരിക്കണം. അത് ന്യായം. എന്നാ പുറകെ വരുന്ന അന്യായങ്ങൾ കേട്ടോ.
പെണ്ണിന് നമ്മുടെ നാടൻ കഞ്ഞിയും കറിയും വെക്കാൻ മാത്രമല്ല വെസ്റ്റേൺ ചൈനീസ് നോർത്ത് ഇന്ത്യൻ കുക്കിംഗ് അറിഞ്ഞിരിക്കണം. അതെന്തിനാ വല്ല ഹോട്ടലിൽ നടത്താൻ ഉദ്ദേശമുണ്ടോ? നീ എന്തുവാടേ? അവൻ ഉത്തരേന്ത്യയിലും വിദേശങ്ങളിലും ഒക്കെ ധാരാളം ഫ്രണ്ട്സ് ഇല്ലേ? അവരൊക്കെ വരുമ്പോ വെച്ചു വിളമ്പി കൊടുക്കണ്ടേ? അവന്റെ ഫ്രണ്ട്സിന്റെ ഭാഗ്യം. ആ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കുട്ടിക്ക് ഹിന്ദി അനായാസമായി എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അതെന്തിനാ ഹിന്ദി ക്ലാസ് നടത്താൻ ഉദ്ദേശമുണ്ടോ? അതല്ലടേ, അവന് ട്രാൻസ്ഫർ ആയി ബോംബെക്കോ ഡൽഹിയിലോ പോകേണ്ടി വന്നാലോ? പിന്നെ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. കർണാടക സംഗീതത്തിൽ പരിജ്ഞാനം വേണം. ഇതിനെല്ലാം പുറമെ ഭാര്യ ധൈര്യശാലിയായിരിക്കണം. വൈജയന്തി IPS പോലെ. അതാരടേ? എന്റെ വകയിലൊരു ബന്ധുവാ, പക്ഷെ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാ. പിന്നെ എന്തിനാണടേ IPSന്റെ കാര്യമൊക്കെ എഴുന്നള്ളിക്കുന്നത്? ഇത്രയും കണ്ടീഷനൊക്കെ ഉള്ള സ്ഥിതിക്ക് ആ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. പറ. 7 കണ്ടീഷനല്ലേ ഉള്ളത്? അതെ. 7 കണ്ടീഷനും ഒത്തിണങ്ങിയ ഒരു കുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഓരോ കണ്ടീഷൻ വീതം ഓക്കെ ആയ 7 പെൺകുട്ടികളെ തപ്പി അവരെ കൊണ്ട് വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ചാലോ? തൊലിക്കല്ലേ? ദാ, തൊലിക്കല്ലേ എന്ന് നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ? ചേട്ടൻ സെന്റിമെന്റലായി. ഇതാ ചേട്ടന്റെ കുഴപ്പം. ചേട്ടാ 7 കണ്ടീഷൻ അല്ല 10 കണ്ടീഷൻ ഉള്ളവരെ ഞാൻ തപ്പിത്തരാം. ആ അതെ